നമസ്കാരം. തുല്യത ലാബിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 പരീക്ഷ എഴുതാൻ പോകുന്ന പഠിതാക്കൾക്ക് വേണ്ടി അവരുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ എസ്സേ ചോദിക്കുന്നു. ആ എസ്സേ 8 മാർക്കിൻ്റെ ഒരു എസ്സേ ആണ്. അതിൽ നിന്ന് ഉറപ്പായും ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് 100% നിങ്ങൾക്ക് ഉപകരിക്കും. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും മാക്സിമം നമ്മുടെ ഈ ഒരു വീഡിയോ ക്ലാസ് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു എസ്സേ ചോദ്യം ചാപ്റ്റർ 1 രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ എന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും അവസാനം വരെ കാണുക. ഓക്കെ, ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. വിഭജന പ്രക്രിയ നേരിട്ട പ്രതിസന്ധികൾ എന്തെല്ലാമാണ്? വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ നമ്മളിതിന് ഹെഡിങ് കൊടുക്കുന്നത് എങ്ങനെയാണ്? വിഭജന പ്രക്രിയ നേരിട്ട പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. അതിനുശേഷം അണ്ടർലൈൻ ചെയ്ത് നമ്മൾ വിവരിക്കുകയാണ്. ഇന്ത്യയെ 2 രാജ്യങ്ങളായി വിഭജിക്കാനുള്ള തീരുമാനം തികച്ചും വേദനാജനകമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യയെ 2 രാജ്യങ്ങളായി വിഭജിക്കാനുള്ള തീരുമാനം തികച്ചും വേദനാജനകമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുസ്ലിങ്ങൾക്ക് ഒരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊരു ചോദ്യം, വൺ വേർഡ് വരുന്നുണ്ട്. അത് ഓർമ്മ വന്നപ്പോൾ ഞാനിതിൻ്റെ കൂടെ പറയുന്നുള്ളൂ. ദ്വിരാഷ്ട്ര സിദ്ധാന്തം വാദിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ വക്താവ് ആരാണെന്നൊക്കെ ചോദിക്കാം. മുഹമ്മദ് അലി ജിന്നയാണ്. ഈ ഒരു പോയിന്റ് കൊടുത്തതിന് ശേഷം, ഈ ഒരു പാരഗ്രാഫ് കൊടുത്തതിന് ശേഷം ഇവിടെ കാണിക്കുന്ന പോലെ താഴെ നമ്മൾ ഈ പോയിന്റുകൾ ചേർക്കുകയാണ് ചെയ്യേണ്ടത്. വിഭജന പ്രക്രിയയിൽ നേരിട്ട പ്രധാന പ്രതിസന്ധികൾ താഴെ പറയുന്നവയാണ്. എന്നിട്ട് ഈ പോയിന്റുകൾ കൊടുക്കുക. 1. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. അതായത് മുസ്ലിം ഭൂരിപക്ഷം മാത്രമായിട്ടുള്ള ഒരു പ്രദേശം ഉണ്ടായിരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ പോയിന്റ്, മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ അതിൽ മറ്റ് മതസ്ഥരും കൂടിയുള്ള ഒരു പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. 3ാമത്തെ പോയിന്റ്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളായ പഞ്ചാബിലും ബംഗാളിലും മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അനേകം വലിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രവിശ്യകളായ പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അനേകം വലിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. പഞ്ചാബിലും ബംഗാളിലുമാണ് മുസ്ലിം ഭൂരിപക്ഷം കൂടുതലായിട്ട് ഉണ്ടായിരുന്നതെങ്കിലും അവിടെയും അമുസ്ലിങ്ങളായിട്ടുള്ള വിഭാഗങ്ങളും ഉള്ള പ്രദേശങ്ങൾ കൂടുതലായിരുന്നു എന്നാണ് പറയുന്നത്. 4ാമത്തെ പോയിന്റ്, ഏറ്റവും അനിയന്ത്രിതവുമായ പ്രശ്നം അതിർത്തിയുടെ ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടേതായിരുന്നു. ഏറ്റവും അനിയന്ത്രിതമായ പ്രശ്നം അതിർത്തിയുടെ ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടേതായിരുന്നു. അപ്പോൾ ഇത്രയാണ് വിഭജന പ്രക്രിയ നേരിട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ. അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്നുകൂടെ പറയുന്നു. ഇന്ത്യയെ 2 രാജ്യങ്ങളായി വിഭജിക്കാനുള്ള തീരുമാനം തികച്ചും വേദനാജനകമായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ദ്വിരാഷ്ട്ര സിദ്ധാന്തം മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിഭജനം പ്രക്രിയ നേരിട്ട പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ താഴെ കൊടുക്കുന്നവയാണ്. 1. ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുടെ ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. 2. മുസ്ലിം ഭൂരിപക്ഷമുള്ള എല്ലാ പ്രദേശങ്ങളും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. 3. ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രവിശ്യകളായ പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അനേകം വലിയ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നു. 4. ഏറ്റവും അനിയന്ത്രിതമായ പ്രശ്നം അതിർത്തിയുടെ ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടേതായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള വിഭജന പ്രക്രിയയ്ക്ക് ശേഷമുണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ്? അതാണ് നമ്മൾ അടുത്ത പോയിൻ്റായിട്ട് കൊടുക്കുന്നത്. വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്ന് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചെറിയ വിവരണം കൊടുക്കാം. ഇന്ത്യ വിഭജനത്തിൻ്റെ പ്രധാന പ്രത്യാഘാതങ്ങൾ താഴെ പറയുന്നവയാണ്. അതിൽ 1ാമത്തേത്, മാനവചരിത്രം
അന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ദുരിതപൂർണമായ മനുഷ്യ കൈമാറ്റം ആയിരുന്നു ഇന്ത്യ പാക് വിഭജനം. അപ്പോൾ ഇന്ത്യ പാക് വിഭജനത്തിൽ മനുഷ്യ കൈമാറ്റമാണ് നടന്നത്. അതായത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക. മാനവ ചരിത്രം അന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ദുരന്തപൂർണമായ മനുഷ്യ കൈമാറ്റമായിരുന്നു ഇന്ത്യ പാക് വിഭജനം. രണ്ടാമത്തെ പോയിന്റ്, ലാഹോർ, അമൃത്സർ, കൽക്കത്ത എന്നീ നഗരങ്ങളിൽ കലാപങ്ങളും കൂട്ടക്കൊലകളും വൻതോതിൽ അരങ്ങേറി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രത്യാഘാതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ പറഞ്ഞ നഗരങ്ങളിലെല്ലാം ലാഹോർ, അമൃത്സർ, കൽക്കത്ത തുടങ്ങിയിട്ടുള്ള നഗരങ്ങളിലൊക്കെ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു, കൂട്ടക്കൊലകളുണ്ടായി, അതുപോലെ തന്നെ കൊള്ളയടിക്കലുണ്ടായി. ഇതെല്ലാം നടന്നു. മൂന്നാമത്തെ മറ്റൊരു പോയിന്റ്, അതിർത്തിയുടെ ഇരുഭാഗങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വീട് വിട്ടു പോകേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പ്രതിസന്ധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയായി പറഞ്ഞത് അതിർത്തിയിലുള്ള ഇരുപക്ഷങ്ങളിലും അല്ലെങ്കിൽ ഇരുഭാഗങ്ങളിലുമുള്ള ഇരുവശങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങളുടേതായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു. അത് ഈ ഒരു വിഷയമാണ്. അതിർത്തിയുടെ ഇരുഭാഗങ്ങളിലുമുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വീട് വിട്ടു പോകേണ്ടി വന്നു. നാലാമത്തെ ഏറ്റവും ലജ്ജിക്കേണ്ടതായിട്ടുള്ളൊരു പ്രശ്നമാണ്, ഒരു പ്രത്യാഘാതമാണ്, വിഭജനത്തിന് ഏറ്റവും ക്രൂരമായ ഇരകൾ സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അനേകം സ്ത്രീകൾ മാനഭംഗത്തിനിരയായി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യാഘാതം. വിഭജനത്തിന് ഏറ്റവും ക്രൂരമായ ഇരകൾ സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അനേകം സ്ത്രീകൾ മാനഭംഗത്തിന് ഇരയായി. അഞ്ചാമത്തെ പോയിന്റ്, കുടുംബത്തിൻ്റെ മാനം കാക്കുന്നതിനായി കുടുംബാംഗങ്ങൾ തന്നെ സ്ത്രീകളെ വധിക്കുകയുണ്ടായി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ വിഭജനത്തിൻ്റെ പ്രത്യാഘാതങ്ങളായിട്ട് കണക്കാക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയാം, വിഭജനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യാഘാതങ്ങൾ മാനവചരിത്രം അന്നേ വരെ കണ്ടിട്ടില്ലാത്തത്രയും ദുരന്തപൂർണമായ മനുഷ്യ കൈമാറ്റമായിരുന്നു ഇന്ത്യ പാക് വിഭജനം. ലാഹോർ, അമൃത്സർ, കൽക്കത്ത എന്നീ നഗരങ്ങളിൽ കലാപങ്ങളും കൂട്ടക്കൊലകളും വൻതോതിൽ അരങ്ങേറി. അതിർത്തിയുടെ ഇരുഭാഗങ്ങളിലും ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വീട് വിട്ടു പോകേണ്ടി വന്നു. വിഭജനത്തിന് ഏറ്റവും ക്രൂരമായ ഇരകൾ സ്ത്രീകളും കുട്ടികളുമായിരുന്നു. അനേകം സ്ത്രീകൾ മാനഭംഗത്തിനിരയായി. കുടുംബത്തിൻ്റെ മാനം കാക്കുന്നതിനായി കുടുംബാംഗങ്ങൾ തന്നെ സ്ത്രീകളെ വധിക്കുകയുണ്ടായി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വിഭജന പ്രക്രിയ നേരിട്ട പ്രതിസന്ധികളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും എന്ന എസ്സേക്കുള്ള 8 മാർക്കിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചായിട്ട് തോന്നുള്ളൂ, പക്ഷേ എഴുതി വരുമ്പോൾ അത്യാവശ്യമുണ്ട്. എന്തായാലും കുറച്ച് വലുതാക്കി വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ നല്ലൊരു എസ്സേ ആണ്. എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. പുതിയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പേ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ പുതിയ വീഡിയോകൾ ചെയ്യാൻ ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.